പാട്ടുപാടി ഉറക്കാമ താമരപ്പൂ പൈതലേ. പിന്നെ ഒരു കൊഞ്ചിക്കലൊക്കെ ഉണ്ടോ നിങ്ങളുടെ അമ്മയുടെ മാന്റെ ഇടയ്ക്ക്? അല്ലേ? ചേച്ചിയും കിച്ചു സംസാരിച്ചെന്ന് തന്നെ മനസ്സിലായി. ഒരു ഭയങ്കര സ്നേഹം ഇപ്പോഴും കീപ്പ് ചെയ്ത് നിങ്ങൾ പോകുന്നുണ്ട്. ഈ പുറമേ കാണുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നതും ഒന്നും അല്ല, ആൾക്കാർ പറയുന്നതിലൊന്നും അല്ല കാര്യം. നിങ്ങളുടെ ഇടയ്ക്കുള്ള സ്നേഹത്തിൽ തന്നെ വലിയ കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ ഇപ്പോഴും പഴയ പോലെ തന്നെ ഒരു കൊഞ്ചിക്കലൊക്കെ ഉണ്ടോ നിങ്ങളുടെ അമ്മയുടെ മാന്റെ ഇടയ്ക്ക്? അതിപ്പം നമ്മള് സോഷ്യൽ മീഡിയ കാണിക്കുന്നുണ്ടല്ലോ കൊഞ്ചിക്കറൊക്കെ ഉണ്ട്. എന്നാ ഒരു ചക്കരയമ്മ കൊടുക്കാൻ തോന്നുന്ന പോലെ അല്ലേ? ക്രിഞ്ചൊന്നും കണക്കാക്കണ്ട. അമ്മയുടെ ഒരു ഉമ്മ കിട്ടാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുമോ ചേച്ചിക്ക്? സ്നേഹം കൊണ്ടല്ലേ അമ്മയുടെ ഒരു ഉമ്മ വാങ്ങിക്കാം. ഒരു ഉമ്മയ്ക്ക് ഇവിടെ കൊടുത്തോ? അത്രേ ഉള്ളു. അതാണ് ഇവിടെ ഉമ്മ തരുന്നതാണ്. അതാണ് അവന്റെ ഒരു അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഈ പുറമേ എന്നുള്ള ഇതുപോലെ ഒന്നുമല്ല നിങ്ങളുടെ കാര്യം എന്നുള്ള മനസ്സിലായി. നമുക്ക് എന്നാ ഋതപ്പനെയും കൂടെ വിളിച്ചാലോ? ഋതപ്പ ആരുടെ മടിയിലാ ഇരിക്കുന്നേ? കിച്ചു ചേട്ടായിന്റെ മടിയിലാണ് ഇരിക്കുന്നേ. ഹാപ്പി ആയോ? ഇപ്പൊ എന്തിനാ വിളിച്ചേന്നറിയോ? സെൽഫി എടുക്കാൻ. ആരൊക്കെ ചേർന്നിട്ടാ സെൽഫി എടുക്കാൻ പോന്നേ? സെൽഫിക്ക് പോസ് കൊടുക്കാൻ പോന്നേ? എങ്ങനെ പോസ് കൊടുക്കാൻ പോന്നേ സെൽഫിക്ക്? എങ്ങനെയൊക്കെ നിൽക്കുന്നേ? എനിക്ക് വയ്യ. പറ. ഫോട്ടോ എടുക്കാവോ? ഫോട്ടോ എടുക്കാവോ? ഋതപ്പ പോസ് പോസ് പോസ്. ഹാപ്പി ആയോ? പാട്ട് പാടുവോ? പിന്നെ പാട്ട് പാടും. ഇനി ഒരു പാട്ട് പാടി പ്ലീസ്. പാട്ടുപാടി ഉറക്കാമ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങ കഥളിന്റെ കാമതേ. ഈ പാട്ടേ സുധിച്ചേട്ട കിച്ചുവിനെ ഉറക്കുന്ന പാട്ടായിരുന്നു. സെയിം പോലെ ഋതുലിനെ ഉറക്കുമ്പോ അല്ലേ കിച്ചു? ഭയങ്കര നിനക്ക് പറ്റാതെ ഫീൽ ചെയ്തില്ലേ അച്ഛനെ? കറക്റ്റ്. ഞാൻ ഓർത്തില്ല ഇവനിത് പാടുമെന്ന്. കാരണം സുധിച്ചേട്ടൻ ഞാൻ വന്ന ടൈമിൽ പോലും കിച്ചുവിനെ നെഞ്ചില് കിടത്തി ഉറക്കുന്ന പാട്ടാണ് പാട്ടുപാടി ഉറക്കുക. അത് കേട്ടപ്പോ എന്റെ അമ്മ ഇവനെ അത് തന്നെ ഇങ്ങനെ തന്നെ പാടുന്നത്. സെയിം അവനത്. നമ്മള് കൊറേ അധികം പാട്ട് ചോദിച്ചു ഋതപ്പനോട് പാടാൻ വേണ്ടിട്ട്. അച്ഛൻ പറഞ്ഞിട്ടാണ് ഇത് പാടിയേ. ഭയങ്കര ഫീൽ ചെയ്തു കേട്ടോ. താങ്ക് യു ഋതപ്പ. ഋതപ്പ എല്ലാവർക്കും ടാറ്റ കൊടുക്ക്, ബായ് കൊടുക്ക്. ക്യാമറ ഇതൊക്കെ ബായ് കൊടുക്ക്. അപ്പം ഒരുപാട് താങ്ക്സ് ചേച്ചി. നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്രയധികം നെഗറ്റീവും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ പറ്റിയിട്ട് വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടു. അതായത് വന്ന കാര്യങ്ങളും നമ്മൾ കേട്ട കാര്യങ്ങളും ഒക്കെ വളരെയധികം തെറ്റായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമാവുകയാണ് നിങ്ങളിങ്ങനെ ഒരുമിച്ച് കാണുന്നതിലൂടെ. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിനും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സംസാരിച്ചതിനും രണ്ടുപേരോടും പിന്നെ ഋതപ്പനോട് പ്രത്യേകം താങ്ക്സ് കേട്ടോ. ഓക്കെ, പാട്ടൊക്കെ പാടിയാനും ഓക്കെ. രണ്ടുപേർക്കും താങ്ക്സ്. ഇനി അവസാനമായിട്ട് രണ്ടുപേർക്കും എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളുടെ പ്രേക്ഷകരോട്? എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും പറയുന്നത് തന്നെ നെഗറ്റീവ് ഇതിനും വരും, വന്നോട്ടെ. കിച്ചു മൈൻഡ് ചെയ്യാത്ത പോലെ ഞാനും ഇനി മൈൻഡ് ചെയ്യാറില്ല ഒന്നും നെഗറ്റീവ്. അപ്പം സപ്പോർട്ട് ചെയ്യുന്നവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം. താങ്ക് യു.